നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പബ്ലിക് പൾസിലേക്ക് സ്വാഗതം. രാജ്യമൊട്ടുക്ക് ഇന്ന് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് തൊഴിലാളി സംഘടനകൾ. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിന് എതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ഈ സംയുക്ത തൊഴിലാളി ട്രേഡ് യൂണിയനുകൾ രാജ്യമൊട്ടാകെ ഇന്ത്യ മുഴുവൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാ തവണത്തെയും പോലെ കേരളത്തിലൊഴികെ മറ്റ് എല്ലാ സ്ഥലങ്ങളിലും ജനജീവിതം വളരെ സാധാരണ പോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സാധാരണഗതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ജനജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യ മുഴുവനുള്ള ഈ സമരം കേരളത്തിൽ മാത്രം ഹർത്താലായി തുടരുകയാണ്. ആളുകളെ റോഡിൽ തടയുന്നു, ഭീഷണിപ്പെടുത്തുന്നു, കൊച്ചുകുട്ടികളെ ഉൾപ്പെടെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുന്നു. ഒരു കൊച്ചുകുട്ടിക്ക് മർദ്ദനമേറ്റു എന്നുള്ളൊരു പരാതി കൂടി ആ കുട്ടി പറയുന്നു. കടകൾ അടപ്പിക്കുന്നു, അതെ, തുറന്നു വെച്ചിരിക്കുന്ന കടകൾ അടപ്പിക്കുന്നു, വാഹനങ്ങൾ തടയുന്നു. അതെ, അങ്ങനെ ഒരു മര്യാദയുമില്ലാതെ ഒരു അങ്ങേയറ്റം മര്യാദകേട് കാണിച്ചുകൊണ്ട് ആളുകൾ ഈ കേരളത്തിൽ മാത്രം ഇങ്ങനെ റോഡിലിറങ്ങി ആളുകളെ തടയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. മുമ്പ് പറയുമായിരുന്നു ഈ എന്തെങ്കിലും ഒരു സമരമൊക്കെ വന്നാൽ അത് കേരളത്തെയും പശ്ചിമ ബംഗാളിൻ്റെയും ത്രിപുരയും ഒക്കെ മാത്രമാണ് ബാധിക്കുക എന്ന്. പശ്ചിമ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമോ ഇല്ലയോ എന്നുള്ളത് കുറച്ച് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ അറിയാമെന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഒരു പ്രതികരണത്തിലേക്ക് പോകാം. വലിയ ബുദ്ധിമുട്ടാണ്, കാരണം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ആശുപത്രി തന്നെ പോയിട്ട് വന്നവരുണ്ട്, പോകാനുള്ളവരുണ്ട്, അവർക്കൊന്നും ഒരു വണ്ടിയും പോകുന്നില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ചേട്ടാ എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്ന്. എങ്ങനെയാണ് ട്രെയിനിൽ വന്ന് ഇപ്പം എനിക്ക് വെഞ്ഞാറോട് പോകണം, ബസ്സില്ല. അപ്പോൾ ബസ് ഉണ്ടെന്നല്ലോ അറിഞ്ഞു? ബസ് ഉണ്ടെന്ന് രാവിലെ കുഴപ്പമില്ലെന്ന് ഒന്നാണ് പറഞ്ഞത്, ഇപ്പം ഒന്നും അറിയത്തില്ല. എത്ര നേരം ഇവിടെ കാത്തിരിക്കും? ഞാനിപ്പോൾ ഏകദേശം 1 മണിക്കൂറായി വന്നിട്ട്. പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഈ കണക്കിനാണെങ്കിൽ പ്രതീക്ഷയില്ല. അപ്പോൾ ബസ്സല്ലെങ്കിൽ എങ്ങനെ വീട്ടിൽ പോകും? ബസ്സില്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നിൽക്കാനേ പറ്റൂ, വേറെ ഒരു മാർഗ്ഗമില്ല. നേറ്റിങ്ങര വരെയും എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിക്കപ്പ് ചെയ്ത് ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത്. ശരിക്കും ഇങ്ങനെയുള്ള പണിമുടക്ക് ആവശ്യമുണ്ട്? മക്കളെ ബുദ്ധിമുട്ട് ചെയ്യുന്നതായത് ബുദ്ധിമുട്ടാണ്. ഞാൻ കുറേ ദൂരം യാത്ര ചെയ്ത് പറഞ്ഞ ആളാണ്. ഇന്നലെ രാത്രി കയറിയതാണ്, ഞാൻ അറിഞ്ഞില്ല. ആദ്യം അറിയുകയാണെങ്കിൽ കയറില്ലായിരുന്നു. ഈ അവസാനം പ്രതികരണം പറഞ്ഞ ആൾ എനിക്ക് തോന്നുന്നു തമിഴ്നാട് ഭാഗത്തോടുകൂടി ചേർന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ താമസിക്കുന്ന ഒരാളാണ്. മക്കളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, മക്കളെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ എന്നാണ് തമിഴിൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ളൊരു പണിമുടക്ക് അത് ശരിയല്ല എന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് പണിമുടക്ക് നടക്കുന്ന ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. അതെ അതെ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമുക്കറിയാം. ഇപ്പൊ അവർ പറയുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇത് കുറെ കാലം മുമ്പേ പറഞ്ഞതാണ്. ഈ ഇന്നത്തെ ദിവസം 12-ാം തീയതി ദേശീയ പണിമുടക്ക് ഉണ്ട് എന്നുള്ള നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഈ അസുഖം, ആശുപത്രി പോകുന്നത്, ഡോക്ടർമാരെ കാണുന്നത്, അതിനൊക്കെ എങ്ങനെയാണ് അങ്ങനെ നേരത്തെ കാലകൂട്ടി നമുക്ക് അതൊന്നും പ്രവചിക്കാൻ വരുന്ന കാര്യങ്ങളല്ലല്ലോ. അങ്ങനെയുള്ള ആളുകളാണ് ഇന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് തലസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ RCC പോലുള്ള ആശുപത്രികളിലേക്കൊക്കെ രോഗികൾ വരുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ പണിമുടക്ക് കാരണം അവർ അനുഭവിക്കുന്നുണ്ട്. അതെ, അതിന് ഇവർ പറയുന്ന എന്താ പറഞ്ഞതുപോലെയാണ് ഇവർ പറയുന്ന ന്യായീകരണം. ഇത് ഞങ്ങൾ നേരത്തെ അങ്ങ് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്, പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അവസാനം പ്രതികരണം കേട്ട ഏറ്റവും അവസാനം പറഞ്ഞ ആൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് ഭാഗത്തു നിന്ന് വന്ന ആളാണ്. ഈ കന്യാകുമാരി ഭാഗത്തൊക്കെ ഉള്ളവർ നല്ലതുപോലെ മലയാളം സംസാരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരാൾ എങ്ങനെ അറിയുന്നു? നമുക്ക് മുമ്പോട്ട് പ്രതികരണങ്ങൾ കേട്ട് പോകുമ്പോൾ അറിയാം ഇവിടെ നിന്നൊക്കെ വന്ന ആളുകളാണ് എന്നുള്ളത് നമുക്കറിയാം. അടുത്തത് ഒരു സ്ത്രീയുടെ പ്രതികരണമാണ്. അവരുടെ പ്രതികരണം കേട്ടിട്ട് തിരികെ വരാം. യാത്രക്കാരിങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളിങ്ങനെ വന്ന് ഇത്ര ലഗേജും ഇങ്ങനെ ക്ഷീണിച്ചൊരു ചായ പോലും കുടിച്ചില്ല. അത് സുഖമില്ലാത്തതും കൂടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ മനുഷ്യരെ ശരിക്കും അങ്ങ് ഒരുമാതിരി എന്താ പറയുക, ഇനി ഇത്തിയുടെ കുറേ മണിക്കൂറുകൾ കഴിയുമ്പോൾ മിക്കവാറും ഈ സംസാരിക്കുന്നത് ഞാൻ തന്നെ വടിയാവും. അപ്പോൾ എൻ്റെ വീട്ടുകാർക്കെല്ലാം ഇല്ലാതെ പോകുള്ളൂ. ഈ പണി മുടക്കിയവർക്കോ ഈ എറിയാൻ നിൽക്കുന്നവർക്കോ ഒന്നും ഒരു നഷ്ടവും സംഭവിക്കത്തില്ല. നമ്മളെ വീട്ടുകാർക്ക് നമ്മളില്ലാതെ വരും. ഇത് തന്നെ ഈ പണിമുടക്ക് കൊണ്ട് ഇത് തന്നെ ഞാൻ നോക്കിയിട്ട് ഇതേ സംഭവിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിന് വലിയ അതൊന്നും നേർന്നില്ല. പിന്നെ രാഷ്ട്രീയക്കാർ പലതല്ലേ, പല രാഷ്ട്രീയങ്ങളില്ലേ. ഇപ്പോൾ ഏത് രാഷ്ട്രീയക്കാരാണ് എല്ലാവരെയും കൂടെ അങ്ങ് ചേർന്നുകൊണ്ട് പോയിട്ട് അവരെ വീട്ടിൽ അവർക്ക് വരുമ്പോഴാണ് അവർക്കുള്ള കണ്ണീര് വരുന്നത്. ഇത്രയേ പറയാനുള്ളൂ. അതെ, എൻ്റെ വീട്ടിൽ ആർക്ക് മാത്രമേ നഷ്ടപ്പെടത്തുള്ളൂ. ഞാൻ ആ സ്ത്രീ പറഞ്ഞത് അവർ ദൂരെ നിന്ന് വരും. ഞാൻ ആ സ്ത്രീയുടെ ബൈറ്റ് മുഴുവൻ കേട്ടിരുന്നു. അവർ ദൂരെ കാശിയിലോ മറ്റോ പോയ ശേഷം തിരികെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതാണ്. ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല, ചായ കുടിക്കാൻ നിവൃത്തിയില്ല, ഇനി എങ്ങനെ വീട്ടിൽ പോകുമെന്നറിയില്ല. ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അറിയണം, അന്നേരമേ അവനത് മനസ്സിലാകുമെന്നുള്ള. എല്ലാ പണിമുടക്കുകളും എല്ലാ അവകാശങ്ങളും നമ്മൾ സമരം ചെയ്ത് നേടിയതാണ്.
അതുകൊണ്ട് എന്തിനാണ് ഈ സമരത്തോട് ഇത്ര അസഹിഷ്ണുത എന്നൊക്കെ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ പറയുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ സൈബർ പ്രൊഫൈലുകളിലൊക്കെ വാദോരാതെ ആളുകൾ പറയുന്നൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ മെറ്റേണിറ്റി ലീവ് ഉണ്ടല്ലോ, 6 മാസം പ്രസവാവധി, ഇത് സമരം ചെയ്ത് വാങ്ങിയതാണ്. നല്ല കാര്യം. അന്ന് സമരം ചെയ്ത് നിങ്ങളിത് വാങ്ങിയത് നല്ല കാര്യമാണ്. നിങ്ങളുടെ സമരത്തോട് അല്ലെങ്കിൽ നിങ്ങൾ സമരം ചെയ്ത് നേടിത്തന്ന അവകാശങ്ങളോടൊക്കെ ആളുകൾക്ക് എല്ലായ്പ്പോഴും കടപ്പാടും നന്ദിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിന് ചേർന്ന രീതിയിലുള്ള സമര രീതികളാണോ നിങ്ങളിപ്പോൾ പിന്തുടരുന്നത്? പണ്ട് ഇവിടെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പണ്ട് പോലീസുകാർ കലിങ്ങിലിരുന്നാൽ വന്ന് അടിക്കുമായിരുന്നു. ആളുകൾ കലിങ്ങ് എന്ന് പറഞ്ഞ്, അതായത് ഒരു വെള്ളമൊക്കെ ഒഴുകി പോകുന്നിടത്ത് കെട്ടിയിരിക്കുന്ന കലിങ്ങ് എന്ന് പറയുന്ന സാധനത്തിലിരുന്നാൽ പോലീസുകാർ വന്ന് തല്ലുമായിരുന്നു ആളുകളെ. ഇപ്പോൾ കലിങ്ങയിലിരുന്നാൽ ഏതെങ്കിലും പോലീസുകാരൻ ആരെങ്കിലും വന്ന് തല്ലുമോ? കേരളത്തിൽ ചിലപ്പോൾ സംഭവിക്കാം അത്. പക്ഷേ അങ്ങനെ തല്ലിയത് വലിയ വാർത്തയാണ്. ഉറപ്പായും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പണി പോകുമെന്ന് പോലീസുകാരന് തന്നെ അറിയാം. ഇപ്പോഴവരങ്ങനെയല്ല പെരുമാറുന്നത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ മാത്രം ഈ കാര്യത്തിൽ മാറി ചിന്തിക്കാത്തത് എന്നുള്ളൊരു കൗതുകമാണ് ഇതിൽ തോന്നുന്നത്. ഇതിനെല്ലാം ഇവർ ന്യായമായിട്ട് പറയുന്നത് ഇന്ന് എളമരം കരീമാണല്ലോ പൊതുവെ ഈ ട്രേഡ് യൂണിയനുകളുടെയൊക്കെ ഒരു നേതൃത്വത്തിലുള്ള ആളാണ് അദ്ദേഹം ഇന്ന് പറയുന്നത് കേട്ടു. ഒരു ചക്ക ഇങ്ങനെ നമ്മൾ കൊടുവാൾ കൊണ്ട് 2ആയിട്ട് വെട്ടി മുറിക്കുമ്പോൾ, എന്തിനാണ് നമ്മൾ ചക്ക 2ആയിട്ട് വെട്ടിമുറിക്കുന്നത്? ചക്കക്കുരുവും ചക്കയും ഒക്കെ എടുക്കാൻ, ചകിണിയൊക്കെ ഉണ്ടെങ്കിൽ അത് പശുവിന് കൊടുക്കാനൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ ചക്ക. അങ്ങനെ മുറിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ചക്കക്കുരു മുറിഞ്ഞു പോകും, 2ആയിട്ട് മുറിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വളരെ അപൂർവം ചിലർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും. അതിനോട് നിങ്ങൾ സഹകരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണോ നിങ്ങൾ പണിമുടക്കിനോട് സഹകരിക്കുന്നത് എന്നുള്ള കാര്യം ഒക്കെ ഇന്ന് വി.ഡി. സതീശൻ്റെ യാത്ര നിർത്തിയില്ല. അത് ജനം വിലയിരുത്തട്ടെ എന്നാണ്. ജനം നിങ്ങളെയും വിലയിരുത്തുന്നുണ്ട്. മനുഷ്യരെ റോട്ടിൽ തടഞ്ഞ് ആക്രമിച്ച് ഉപദ്രവിച്ച് അസഭ്യം പറഞ്ഞ് ഇന്ന് കോഴിക്കോട് ഒരു കൊച്ചുകുട്ടി നമ്മൾ ടെലിവിഷനിൽ ബൈറ്റ് കൊടുക്കുന്ന നമ്മൾ കണ്ടതാണ്. ഈ സംഘർഷത്തിൻ്റെ ഇടയിൽ എന്നെ പുറകിൽ നിന്ന് ആരോ അടിച്ചു എന്ന്. സ്കൂൾ അധ്യാപകർ വന്നിരിക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കാനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെ ആകുകയും ചെയ്തിരുന്നു. വലിയ തർക്കമായി. പി ടി എക്കാർ വന്നിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ അധ്യാപകരുടെ ശമ്പളം പോകുന്നു. ഒരുപക്ഷെ ഈ അധ്യാപകരൊക്കെ ഏതെങ്കിലും തൊഴിലാളി സംഘടനകളൊന്നും കാര്യമായി ഇല്ലാത്തവരായിരിക്കും. അവർക്ക് എങ്ങനെയെങ്കിലും ശമ്പളം കിട്ടണം എന്ന് കരുതിയൊക്കെ വരുന്നവരായിരിക്കും. അവരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. നമുക്കൊരു പ്രതികരണം കൂടെ കണ്ടിട്ട് മടങ്ങി വരാം. ആർക്ക് വേണ്ടി? പാവങ്ങൾക്ക് വേണ്ടിയാ അവർ ലിസ്റ്റ് എഴുതിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി സമരം ചെയ്ത് നമ്മളെന്തിന് ആനുകൂല്യം നേടിക്കൊടുക്കണം? ഇത് എല്ലാം തേപ്പ് ഉടായ്പ്. നമ്മളും പാർട്ടിക്കാർ തന്നെ. പക്ഷേ വിഷമമുണ്ട്. ഇത് ആർക്കും വേണ്ടിയല്ല, പാവങ്ങൾക്ക് വേണ്ടിയല്ല. എന്തായാലും ഒരു ഗാന്ധിജിയുടെ തൊഴിലുറപ്പ് അത് മാത്രമല്ല, വേറെ ഏതുകൊണ്ട് ഇവർ പറഞ്ഞ ഇതിൽ ഒന്നുമില്ല. സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കും. ആവശ്യമില്ലാത്തതാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ, അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക സാധാരണക്കാർ, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അവർക്കൊരു നേട്ടമില്ല. ആദ്യം പ്രതികരിച്ച ഓട്ടോ ഡ്രൈവർ വളരെ കൃത്യമായി സാധാരണക്കാരൻ്റെ പൾസ് എന്താണ് എന്നുള്ളത് കൃത്യമായി ആ മനുഷ്യൻ പറയുന്നുണ്ട്. സത്യത്തിൽ ഇതിൽ ബാധിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ബാധിക്കുന്നത് ഒരു പ്രശ്നമെന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ ഉള്ളത് വലിയ വലിയ ആളുകളെയാണ്, സർക്കാർ ജീവനക്കാരെയൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് സത്യസന്ധമായിട്ടുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാനും പാർട്ടിക്കാരനാണ്. ഇപ്പോൾ നമുക്കൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്യാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശ്യാം, സ്വാഗതം പബ്ലിക് പൾസിലേക്ക്. അങ്ങ് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഞാൻ പറവൂർ, കൊല്ലം അല്ലേ? പറയൂ ശ്യാം, എന്താണ് അഭിപ്രായം? നമ്മൾ ഈ പണിമുടക്കിനെ കുറിച്ച് പറയുമ്പോൾ സംയുക്ത ട്രേഡ് യൂണിയൻ ആവശ്യക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതായത് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, അതേപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രസ്താവിക്കുക തുടങ്ങിയ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിവിടെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ അധികാരം കിട്ടിയ അന്ന് മുതൽ കർഷകരെയും തൊഴിലാളികളെയും പരിഗണിക്കാതെയുള്ള ഒരു ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ഒരു കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട ഭരണ സംവിധാനമായി BJP മാറിക്കഴിഞ്ഞു. അതിന്റെ ഫലമായി നമ്മൾ മഹാരാഷ്ട്രയിലും അതേപോലെ തന്നെ പഞ്ചാബിലൊക്കെ വലിയ കർഷക പ്രതിഷേധങ്ങളും അതിനെ വളരെ ക്രൂരമായി അടിച്ചമർത്തിയ കേന്ദ്ര സർക്കാരിന്റെ പ്രവൃത്തികളെ കണ്ടതാണ്, വളരെ അധികം ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സംയുക്ത ട്രേഡ് യൂണിയൻ ഇവിടെ ആഹ്വാനം ചെയ്തിരിക്കുന്ന 24 മണിക്കൂർ പണിമുടക്ക് ഇന്ത്യയിലെ മുഴുവൻ സാധാരണക്കാര ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ സഹകരിക്കുകയും
ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ തങ്ങളുടെ കരുതൽ നന്നായി പോയി. കേരളത്തിലല്ലാതെ കേരളത്തിന് പുറത്ത് എങ്ങുമുള്ള ആളുകൾ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നില്ല. ചിലയിടത്ത് ചില റാലികളൊക്കെ നടക്കുന്നുണ്ടെന്നല്ലാതെ ഈ വണ്ടികൾ തടയുക, ആളുകളെ ആക്രമിക്കുക, കുട്ടികളെ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ഇത് കേരളത്തിലെ നടക്കൂ. അതിനോടുള്ള പ്രതികരണം എന്താണ്? ഈ അക്രമവും അത് കണക്ക് തന്നെ ആളുകളെ വഴിതടയലോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. ശരി, തീർച്ചയായും സംയുക്ത ട്രേഡ് യൂണിയൻ ഉയർത്തുന്ന മുദ്രാവാക്യം അധിക പ്രസക്തിയുള്ള മുദ്രാവാക്യം തന്നെയാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവരെ മനസ്സിലാക്കുകയും അവരെ അതിനോട് പൊരുത്തപ്പെടാൻ തീർച്ചയായും സഹകരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നിർബന്ധിക്കുകയും അവരെ അതുപോലെ തന്നെ വഴി മുടക്കുന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ഈ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും ആവശ്യങ്ങളും എല്ലാം വളരെ ന്യായമായ കാര്യങ്ങൾ തന്നെയാണ്. ശരി, വളരെ നന്ദി ശ്യാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൃത്യമായി പറഞ്ഞു. അദ്ദേഹവും പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് കേന്ദ്ര സർക്കാരിനെതിരെ, ലേബർ കോഡുകൾക്കെതിരെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയുടെ എല്ലാ ആവശ്യമുള്ള ന്യായമാണ് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ മാത്രം ഈ പണിമുടക്ക് നടത്തുന്നതും അത് മാത്രമല്ല കേരളത്തിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു തടസ്സം വരുന്ന രീതിയിലുള്ള പണിമുടക്ക് എന്തിനാണ് എന്നുള്ളത്, അതായത് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള പണിമുടക്കെന്ന് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ഇന്ന് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ടല്ല അദ്ദേഹത്തിൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. ഈ എളമരം കരീമും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ CPMൻ്റെ നേതാക്കന്മാരും CPIയുടെ നേതാക്കന്മാരും ഒക്കെ ആവശ്യപ്പെട്ടത് കോൺഗ്രസ്, അതായത് INTUC ഒക്കെ ഇതിന് പിന്തുണ ഓൾറെഡി നൽകിയിട്ടുണ്ട്. എന്നിട്ട് പോലും VD സതീശൻ ഈ യാത്ര നടത്തി. എന്തിനാണ് അങ്ങനെ ഒരു യാത്ര നടത്തിയത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗോവിന്ദമാഷൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കൗതുകരമായ കാര്യം, ഗോവിന്ദമാഷ് ഇന്ന് കാറൊക്കെ ഒഴിവാക്കി ഒരു ബുള്ളറ്റിലാണ്. ഈ എന്തോ ഒരു വലിയ ത്യാഗം പോലെയാണ് അദ്ദേഹം അത് കാണുന്നത്. നടന്നാണ് പോയത്. അദ്ദേഹത്തിന് നടന്നു പോകാം. അദ്ദേഹത്തിനൊപ്പം ചുറ്റും ആളുകളുണ്ട്, ഗൺമാനുണ്ട്, നിങ്ങളുടെ ആളുകളുണ്ട്. നിങ്ങൾ വഴിയിലൊന്ന് തളർന്നു വീണാൽ എടുത്തുകൊണ്ട് പോകാനൊക്കെ ആളുണ്ട്. ഇന്ന് മന്ത്രിയാണ്, അതിൻ്റെതായ പ്രോട്ടോക്കോളുകളുണ്ട്. സാധാരണക്കാരുടെ കാര്യത്തിൽ ഇതൊന്നും നടപ്പുള്ള കേസല്ലെന്ന് നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയണം, നമ്മൾ ഇന്ന് കിട്ടിയിരിക്കുന്ന അവകാശങ്ങളൊക്കെ നമ്മൾ പണിമുടക്കിലൂടെ നേടിയതാണ് അല്ലെന്നാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ രീതിയാണോ അതിനുവേണ്ടി ഇനിയും പിന്തുടരേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ആ ചോദ്യം കേരളത്തിൽ മാത്രമാണ് രാഷ്ട്രീയ നേതാക്കൾ കണ്ടില്ലെന്ന്. ദേശീയ പണിമുടക്ക്, അതെ, പല കാര്യത്തിലും നമുക്ക് ദേശീയതയില്ല എന്നൊക്കെ BJPക്കാരും പിന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ പറയും. ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന്. ദേശീയ താല്പര്യങ്ങളോട് ഏറ്റവും കൂടുതൽ കേരളം അനുകൂലമായി പ്രതികരിക്കുന്നത് എനിക്ക് തോന്നി ദേശീയ പണിമുടക്കിനോട് മാത്രമാണ്. സത്യത്തിൽ അത് അനുകൂലമായി ആളുകൾ പ്രതികരിക്കുന്നതുകൊണ്ടല്ല, ആളുകൾ ഭയന്ന് പുറത്തിറങ്ങാത്തതാണ്. പക്ഷേ ആ ഭയമൊക്കെ, ഇതുപോലുള്ള പല ഭയങ്ങളും മുമ്പ് ആളുകൾക്കുണ്ടായിരുന്നു. അതിനോടും കൂടെ പ്രതികരിച്ചാണ് ആളുകൾ ആ ഭയമൊക്കെ മാറ്റിയത്. നിങ്ങളിപ്പോൾ ആളുകളെ റോഡിലിട്ട് കൈകാര്യം ചെയ്യുന്നത് പോലെ ആളുകൾ നിങ്ങളെ തിരിച്ച് കൈകാര്യം ചെയ്യുന്ന സമയം വരും. അന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് എന്ന് നമുക്ക് കേട്ടിട്ട് തിരികെ വരാം. അല്ല, അത് അവർക്ക് എന്ത് വേണേലും പറയാമല്ലോ. പിന്നെ എനിക്ക് വേറൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഒരു പൊതുസമൂഹത്തിൽ, ഞാനും ട്രേഡ് യൂണിയനിസ്റ്റാണ്, ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള ഒരാളാണ് ഞാൻ. അത് വെച്ചുകൊണ്ട് ഞാൻ ഒരു ചോദ്യം, ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലല്ലാതെ ഹർത്താലിനും ബന്ദിനും സമാനമായ പണിമുടക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടക്കുന്നുണ്ടോ? എൻ്റെ ഒരു ചോദ്യമാണ്. എൻ്റെ ഒരു ചോദ്യം അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല, എൻ്റെ ചോദ്യം മനസ്സിലായില്ല. അതായത് ദേശീയ തലത്തിൽ ഹർത്താലിനും ബന്ദിനും സമാനമായ തരത്തിൽ ഒരു പണിമുടക്കിനെ മാറ്റുന്നത് ഈ കാലത്തിൽ ശരിയാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ പൊതുചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ഞാൻ അതിൻ്റെ ശരിയും തെറ്റുമല്ല പറയണ്ട, പൊതുചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ഇങ്ങനെ സംഭവം നടക്കണ ആർക്കും അറിയില്ല, കർണാടകത്തിൽ പോയാൽ അറിയില്ല, മഹാരാഷ്ട്രയിൽ പോയാൽ അറിയില്ല. ഇത് എല്ലാവരും ചേർന്ന് ആഹ്വാനം ചെയ്ത ഡൽഹിയിൽ ഇല്ലല്ലോ. നമ്മളൊന്ന് ആലോചിക്കണം, കേരളം മാത്രം ഒരു ബന്ദിനും ഹർത്താലിനും സമാനമാക്കി ഒരു പൊതു പണിമുടക്കിനെ മാറ്റുന്ന വേണോ? എല്ലാവരും ഒരു ചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ഞാനതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒന്നുമല്ല, അത് ചർച്ച, ഒരു പൊതു ചർച്ച വേണം. നമ്മൾ മാത്രം, നിങ്ങളൊന്ന് ആലോചിച്ചേ. ഉറപ്പായിട്ട് വേണം, അതിൻ്റെ പ്രചരണം വേണം, അതിന് വ്യാപകമായ പ്രചരണം വേണം. പക്ഷേ ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. ഞാനത് വെക്കുന്നു.
ഇത് തന്നെയാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദ്യം ചെയ്യുന്നത്. കാരണം ഇനിയും ഇങ്ങനത്തെ പണിമുടക്കുകളൊക്കെ വേണോ എന്നുള്ള ചോദ്യം തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശനും പറഞ്ഞിരിക്കുന്നത്. ഈ മറ്റ് സംസ്ഥാനങ്ങളൊന്നും, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊന്നും ഇതിനെപ്പറ്റി ഒരു അവർക്ക് തന്നെ അറിവ് തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന സംസ്ഥാനങ്ങളിൽ പെടുന്ന ഒന്നാണ് തമിഴ്നാട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ DMK സർക്കാർ കേന്ദ്രത്തിനെതിരെ പലപ്പോഴും കോടതികളിൽ പോവുക, അല്ലെങ്കിൽ പ്രതികരണങ്ങളൊക്കെ നടത്തുക, അങ്ങനെ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഈ തമിഴ്നാട്ടിൽ ഇന്ന് ചെന്നൈയിലെ അവസ്ഥ എന്താണെന്നറിയാമോ? ഞാൻ ഇതിനു മുമ്പ് ചെന്നൈയിൽ ജോലി ചെയ്ത ആളാണ്. ഞാൻ ചെന്നൈയിൽ രാവിലെ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിരുന്നു അവിടെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും എങ്ങനെയുണ്ടോ അതുപോലെയുണ്ട് എന്നാണ് പറഞ്ഞത്. എല്ലാ ദിവസവും ഇവിടെ എങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു അവിടെ എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ ഹർത്താൽ അല്ലെങ്കിൽ പണിമുടക്ക് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ ഇന്നുമുണ്ട്. ഇന്നും ഒരു അവധി മൂടാണ്. കടയൊക്കെ അടച്ച് നിർബന്ധപൂർവ്വം അടപ്പിച്ച് ഉള്ളൊരു രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയാണ് മുഖ്യമന്ത്രി. പശ്ചിമ ബംഗാളിൽ ഇന്ന് കടകൾ അടച്ചിടുമോ? അല്ലെങ്കിൽ അവിടെ ഇതുപോലെ ഈ കേരളത്തിൽ നടക്കുന്നത് പോലെയാണോ അവിടെ സമരം നടക്കുന്നത്? മമതാ ബാനർജിയും സ്റ്റാലിനുമൊന്നും മോഡിയെ വിമർശിക്കുന്നത് പോലെ പിണറായി വിജയൻ വിമർശിക്കുന്നതൊന്നും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർ തമ്മിൽ വലിയ സഖ്യത്തിലാണെന്നുള്ള ആരോപണങ്ങൾ മറ്റ് രാഷ്ട്രീയ കക്ഷികളിലുള്ള ആളുകൾ എടുത്തിടുകയും ചെയ്യുന്ന കാലത്തിലാണ് കേരളത്തിൽ ഈ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമരം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ്, ആ ലേബർ കോഡിൽ അത്തരത്തിലുള്ള വ്യവസ്ഥകളുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് ഈ രീതിയിൽ വേണോ എന്നുള്ളതാണ്. നമുക്ക് ഇനിയും പ്രതികരണങ്ങളുണ്ട്. പ്രതികരണങ്ങൾ കണ്ട ശേഷം മടങ്ങി വരാം. മുഴുവൻ ജനങ്ങൾ സഹകരിക്കില്ല. ചില ആൾക്കാർ ഈ മദ്യപിച്ചുകൊണ്ടൊക്കെ വാഹനം ഓടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതൊരു ക്രൈസായിട്ട് കണ്ടു നടക്കുന്ന ചില ആൾക്കാർ അമിത ചാർജ് വാങ്ങിക്കും ഇന്നത്തെ ദിവസം. അല്ലാതെ ഇവിടെ വേറെ നിങ്ങൾ നോക്കിയാൽ മതിയല്ലോ, അങ്ങോട്ട് നോക്കിയാൽ മതിയല്ലോ. ഇങ്ങനെയാണ് തമ്പാനൂർ എന്നുള്ള തലസ്ഥാന ജില്ല, ഈ പ്രദേശം ഇങ്ങനെ അല്ലല്ലോ, നല്ല തിരക്കുള്ള പ്രദേശമല്ലേ, കണ്ടില്ലേ, ഒരു വാഹനങ്ങളുമില്ല. പൂർണ്ണമായിട്ടുള്ള രീതിയിലുള്ള ഹർത്താൽ പണിമുടക്കാണ്. എല്ലാ മുഴുവൻ തൊഴിലാളികളും സഹകരിച്ച് നിൽക്കുകയാണ്. അത് കണ്ടില്ലേ, ഈ തൊഴിലാളികളാണ് സഹകരിച്ചത്. ഇല്ല, നമ്മൾ വാഹനം തടയാതെ തന്നെ അവർക്കറിയാമല്ലോ, കാര്യങ്ങൾ അറിയാമല്ലോ. നമ്മൾ തടയേണ്ട ആവശ്യമില്ലല്ലോ. ജനങ്ങൾക്ക് നമ്മൾ നേരത്തെ അറിവിലേക്ക് നമ്മൾ അതിൻ്റെതായ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അവർ അവർ മനസ്സിലാക്കിയിട്ടാണ് ഇന്നത്തെ ദിവസം കണ്ടില്ലേ ഈ ശാന്തമായ ഒരു അന്തരീക്ഷം വന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ, തമ്പാനൂർ ഇങ്ങനെ അല്ലല്ലോ. എല്ലാ ദിവസവും വളരെ സജീവമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇന്ന് ഹർത്താലായതുകൊണ്ട് വാഹനങ്ങളൊന്നും ഓടുന്നില്ല. അത് സ്വയമേ എല്ലാവരും അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു സമരമായിട്ട് തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ലൊരു കാര്യമാണ്. അത് സ്വയമേ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു സമരമായി ആളുകൾ ഏറ്റെടുത്തതൊന്നുമല്ല. നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഭീഷണി ഭയന്നിട്ട് ആളുകൾ റോട്ടിലിറങ്ങാൻ ഭയന്നിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിനോട് ഐക്യം ഉള്ളവർ, ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളോട് താല്പര്യമുള്ള ആളുകൾ റോട്ടിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞാൽ സ്വയമേ ആളുകൾ അത് ഏറ്റെടുത്തിട്ട് റോഡിൽ ഇറങ്ങാതിരിക്കുമല്ലോ. ധൈര്യമുണ്ടോ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ? എല്ലാവരും റോട്ടിൽ അന്നിറങ്ങും അല്ലേ? യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ. അത് സ്വയമേ ആളുകൾ ഏറ്റെടുക്കുന്നതൊന്നുമല്ല, ഭയന്നിട്ടാണ്. പ്രത്യേകിച്ച് ട്രേഡ് യൂണിയനിലെ ആളുകളെ ഭയന്നിട്ടാണ്. ഈ ട്രേഡ് യൂണിയനുകളുടെയൊക്കെ മുമ്പിൽ നിൽക്കുന്ന, വണ്ടിക്ക് കല്ലെറിയുന്ന, വണ്ടി തടയുന്ന ആളുകളൊക്കെ സാധാരണക്കാരായ തൊഴിലാളികളാണ്, ചുമട്ടു തൊഴിലാളികളും അതുപോലെയൊക്കെയുള്ള തൊഴിലാളികളാണ്. ഇതിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആളുകൾക്കൊന്നും വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഇന്ന് പണിമുടക്കുന്നത് കൊണ്ട് നഷ്ടമാർക്കാണ്? ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് പ്രധാനപ്പെട്ടൊരു ബുദ്ധിമുട്ടിന്ന് നേരിടുക. കൂലിപ്പണിക്ക് പോകുന്നവർക്ക്, അതുപോലെ വീട്ടിലൊക്കെ പോയി ജോലികൾ ചെയ്യുന്നവർ, അവരൊക്കെ ഒരു ദിവസം ചെന്നില്ലെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ ശമ്പളം പോയി ദിവസവേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇളമരം കരീം നേരത്തെ ഇവിടെ MLA ആയിരുന്ന ആളാണ്, MP ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്നുണ്ടാവും, MP എന്നൊക്കെയുള്ള നിലയിലൊക്കെയുള്ള ശമ്പളം കിട്ടുന്നുണ്ടാകും. ഈ പണമൊക്കെ അല്ലെങ്കിൽ ഈ പെൻഷനൊക്കെ, ഈ പണിമുടക്കിൻ്റെ ദിവസത്തെ പെൻഷൻ, നിങ്ങൾ അന്ന് പണിമുടക്കിയിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് അന്നത്തെ ഒരു ദിവസത്തെ പെൻഷൻ കുറയും എന്നുള്ള രീതിയിൽ പറയാറുണ്ടോ? ഏതെങ്കിലും മന്ത്രിമാർ ഇന്നത്തെ ശമ്പളം വേണ്ട എന്ന് വെക്കാറുണ്ടോ? MLA മാർ വെക്കാറുണ്ടോ? ഇല്ല. സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് ഒപ്പിടാത്തത് കൊണ്ട്, ഡയസ് ലോൺ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് വരുമായിരിക്കും. മിക്കവാറുമുള്ള ആളുകൾ പഞ്ചിങ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ വന്ന് പഞ്ച് ചെയ്തിട്ട് പോകുന്ന രീതികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അവർക്കൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തന്നെയല്ല, സർക്കാർ ജീവനക്കാരന് ഒരു ദിവസത്തെ ശമ്പളം പോയാൽ വലിയ ബുദ്ധിമുട്ടൊന്നും, സ്ഥിരമായി ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ട് ഇല്ല. പക്ഷേ സ്ഥിരതയില്ലാത്ത ശമ്പളം മേടിക്കുന്ന സാധാരണക്കാരായ ആളുകളുണ്ട്, ഓട്ടോക്കാരുണ്ട്, ഹോട്ടലുകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. വീണ്ടും പ്രതികരണങ്ങളുണ്ട്, കണ്ട ശേഷം മടങ്ങി വരാം. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ട്രെയിനിൽ ഇരിക്കുമ്പോഴാണ്
പിന്നെ വരണമല്ലോ. ദേശീയ പണിമുടക്കം എന്നൊക്കെ പറഞ്ഞാലും ബാക്കിയുള്ളിടത്തൊന്നും സാധനമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മൾ പിന്നെ പണിമുടക്കം കേൾക്കുമ്പോൾ കുറച്ച് തലേദിവസം കുറച്ച് കുപ്പി മേടിച്ച് കുറച്ച് ചിക്കനും മേടിച്ച് അവിടെ ഇരിക്കുമല്ലോ, അതുകൊണ്ട് അല്ലാത്ത സീനൊന്നുമില്ല. ആണ് ഇപ്പോഴത്തെ മലയാളികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ആൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഡൽഹിയിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് വരികയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ വന്ന് ട്രെയിൻ ഇറങ്ങി, ഇനി ഇപ്പം എന്ത് ചെയ്യാനും വേറെ ഒന്നും ചെയ്യാനും ഇല്ല. ഇനി എങ്ങനെ തിരിച്ചു പോകണം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും വീട്ടിലേക്ക് എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിലാണ് ഇനി ആലോചിക്കുന്നുള്ളതാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. അദ്ദേഹം അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു അവധിയുടെ മൂഡിലേക്ക് പോവുകയാണ് ആളുകൾ. ഇന്നലെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ ബിവറേജസുകളിലൊക്കെ വലിയ തിരക്കായിരിക്കും. ആളുകൾ വലിയ രീതിയിൽ മദ്യം വാങ്ങിക്കൂട്ടും, ഈ പറഞ്ഞതുപോലെ കുറേ ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. ഇന്ന് അവധിയാണ്, അതും ഒരു പ്രഖ്യാപിത അവധി പോലെയാണ്, ഒരു പ്രശ്നവും ഇല്ലാത്തൊരു അവധിയാണ്. ഇന്ന് എവിടെയെങ്കിലും ഒക്കെ ജോലിക്ക് ചെന്നില്ലെങ്കിലൊക്കെ വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവുകളൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും വീട്ടിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യാവുന്ന സാഹചര്യമുള്ളവർക്കൊക്കെയാണ്. സത്യത്തിൽ ഈ പണിമുടക്കിൽ ഈ വർക്ക് ഫ്രം ഹോമൊക്കെ ചെയ്യുന്ന നിരവധി പേരുണ്ട്. അവരാരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കും? റോട്ടിലിറങ്ങുന്നവരെയും റോട്ടിലിറങ്ങി പണിയെടുക്കുന്നവരെയും അല്ലേ നിങ്ങൾക്ക് തടയാൻ പറ്റൂ. വീട്ടിലിരുന്ന് IT കമ്പനികളിലുള്ള മനുഷ്യരൊക്കെ ഇന്ന് വർക്ക് ഫ്രം ഹോമായിട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ കുറച്ച് മുമ്പ് തന്നെ ഒരാൾ ഓൺലൈനായിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി കഴിച്ചിരുന്നു. അവരെ നിങ്ങൾ എന്തുകൊണ്ടാണ് തടയാത്തത്? എന്തുകൊണ്ടാണ് തടയാത്തതെന്ന് ചോദിച്ചാൽ തടയാത്തത് വലിയ കാര്യമായി. അല്ലായിരുന്നെങ്കിൽ ഈ സ്ഥാപനത്തിലുള്ള ചിലരെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാത്തവരൊക്കെ ബുദ്ധിമുട്ടിലായേനെ. അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റവും വരുത്താതെയാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്ന് മാത്രമല്ല, ഇന്ന് റോട്ടിൽ പലയിടത്തും കണ്ടത് മനുഷ്യത്വ വിരുദ്ധമായ സമീപനമാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ അങ്ങനെ തന്നെ തുടരും എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ ആളുകൾ മടുത്തിട്ടുണ്ട്. നിങ്ങളെ തുടരാൻ അനുവദിക്കുമോ എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന 2-3 മാസങ്ങൾക്കുള്ളിൽ അറിയാം. നിങ്ങളെ തുടരാൻ അനുവദിക്കുമോ എന്ന് പറയുമ്പോൾ INTUCക്കും ഇതിനകത്ത് INTUC കോൺഗ്രസ് ഇതിനകത്ത് പിന്തുണ കൊടുത്തിട്ടുണ്ട്. വയനാട്ടിൽ ഇന്ന് വാഹനം തടഞ്ഞതൊരു വണ്ടി തടഞ്ഞത് INTUCക്കാരാണ്. പോലീസുകാരൊക്കെ നോക്കി നിൽക്കുകയാണ്, വെറുതെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടിയുണ്ട്. വീണ്ടും പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്, നമുക്ക് അതുകൂടെ കാണാം. ഒരു ബുദ്ധിമുട്ടുമില്ല, കാരണം മനുഷ്യൻ്റെ മനസ്സിൽ പണിമുടക്കൊന്നും ബാധിക്കുന്നില്ല. കാരണം മനുഷ്യന്മാർ പൊതുവെ നമ്മൾ മടിയന്മാരാണ്. അപ്പോൾ മടിയന്മാർക്ക് ഇന്നത്തെ ഒരു ദിവസം അനുകൂലമായിട്ട് കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിലൊന്നും ഒരു വലിയ കഴമ്പൊന്നുമില്ല. കാരണം മാറി വരുന്ന ഗവൺമെൻറ്റുകൾ മാറി നിയമങ്ങൾ ഉണ്ടാക്കുന്നു, മാറി വരുന്ന പ്രതിപക്ഷങ്ങൾ ബന്ദുകൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ സാധാരണക്കാരനെ ഇന്നും ഇത് ബാധിക്കുന്നില്ല. മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് പല ആൾക്കാരും യാത്ര നിർത്തിയിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. കാരണം ടൂറിസം വകുപ്പിൻ്റെ ഒരു മേളക്ക് വന്നതാണ് കാസർഗോഡ് നിന്ന്. മേള ഇന്നലെ തുടങ്ങി. പക്ഷെ അവർ ഇന്ന് ഈ ബന്ദായതുകൊണ്ട് ആ മേള ഇന്നത്തെ കഴിഞ്ഞ് തുടങ്ങിയാൽ മതിയായിരുന്നു. ഇന്ന് പകൽ മുഴുവൻ ആ മേള ബന്ദാണ്. ആ മേളക്ക് വന്ന ആൾക്കാരെല്ലാം ഭക്ഷണമില്ലാതെ നട്ടം തിരിയുന്നുണ്ട്. അതൊക്കെ ഗവൺമെൻറ് സ്പോൺസേഡ് ബന്ദാണ് കേരളത്തിൽ പൊതുവേ ഇപ്പം. അപ്പം ഗവൺമെൻറ്റിൻ്റെ മേളക്ക് നാട്ടിലുള്ള എല്ലാ സംരംഭകരെയും വിളിച്ച് മേള തുടങ്ങി. ഇന്ന് ക്ലോസ് ചെയ്തു. പക്ഷെ അവർക്ക് നാളെ തുടങ്ങിയാൽ മതിയായിരുന്നില്ലേ? അപ്പം അതാണ് ജനദ്രോഹം. ഞാൻ പറയുന്നത് ഈ ബന്ദ് ചെയ്യാൻ അവകാശമുണ്ടല്ലോ. പക്ഷെ ജനദ്രോഹം അതറിഞ്ഞിട്ട് ഗവൺമെൻറ് അതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കണം. ഈ ബന്ദ് കഴിഞ്ഞിട്ടുള്ള ദിവസം തുടങ്ങിയാൽ മതിയായിരുന്നു. ഇത് ബന്ദ് നേരത്തെ അനൗൺസ് ചെയ്തതല്ലേ. അങ്ങനെ വലിയ അപാകതകൾ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതാണ് ആ സർക്കാർ പരിപാടിക്ക് വേണ്ടി കാസർഗോഡ് നിന്ന് വന്ന ഒരാളാണ്, ആളുടെ പ്രതികരണമാണ് കേട്ടത്. ഇപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ആ പരിപാടിയും ഇല്ല, അത് മാത്രമല്ല ഭക്ഷണത്തിന് വകയില്ല, എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഈ സർക്കാർ സ്പോൺസേഡ് ഹർത്താലാണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളത്. അത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. ഈ സർക്കാർ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരിടത്തും പോകാൻ പാടില്ല, പുറത്തേക്ക് വണ്ടിയുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തടയുക. അതിപ്പോൾ KSRTC ബസ്സായാലും എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ KSRTC ബസ്സൊന്നും ഇറങ്ങിയിട്ട് തന്നെ ഇല്ല. ശബരിമല സർവീസുകൾ ഓടിയിട്ടുണ്ട്, കൺവെൻഷനുകൾ പോലെയുള്ള അവർക്കൊക്കെ അതിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ദൂരയാത്ര കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക്, ചികിത്സയ്ക്ക് ഇവിടെ വന്ന ആളുകൾക്ക് അവർക്കൊന്നും പക്ഷേ ഒരു വഴിയുമില്ല. ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ഹോട്ടലുകളില്ല, കടകളില്ല, വണ്ടികളില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ആളുകൾ. അതെ, എന്തായാലും ഈ തിരുവനന്തപുരത്തൊക്കെ വരുന്നവർ എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി കഴിയും. ഇനിയുള്ള ഹർത്താൽ ദിവസങ്ങളിൽ നിങ്ങൾ വന്നാലും ആലോചിക്കുക, മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കിട്ടാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. അവിടെ വരെ ആളുകൾ എങ്ങനെ പോകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രതികരണം കൂടിയുണ്ട്, അതുകൂടെ കേട്ടിട്ട് മടങ്ങി വരാം.
ലോകത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ തൊഴിലാളികളാണ്. ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്തെന്ന് പറഞ്ഞാൽ സർവീസാണ് ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്തിനെ നിയന്ത്രിക്കുന്നത് തന്നെ. അപ്പോൾ സമ്പത്തിനെ കൂട്ടണമെങ്കിൽ സർവീസ് നല്ല നിലയിൽ കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രൊവൈഡ് ഇവിടെ നടക്കണമെങ്കിൽ തൊഴിലാളികളുള്ള സമീപനം ഗവൺമെൻറ് കുറച്ചും കൂടി ലളിതമാക്കി അവരോട് കുറച്ചും കൂടി നല്ല നിലയിൽ പെരുമാറേണ്ടതുണ്ട് സർക്കാർ. ഇവിടെ അങ്ങനെ ചെയ്യാൻ സർക്കാരിന് കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ലേബർ കോഡിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരത്തെ നമ്മൾ പൂർണ്ണമായിട്ടും അനുകൂലിക്കുകയാണ്. എന്നാൽ സമരത്തിൽ നമ്മളൊരു ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അത് നമ്മൾ മറച്ചു വെക്കുന്നില്ല. അതെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 19 ക്ലോസ് 1 എയിൽ പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം, 19 ക്ലോസ് 1 ബിയിൽ പറയുന്നത് സമ്മേളന സ്വാതന്ത്ര്യം, 19 ക്ലോസ് 1 സിയിൽ പറയുന്നത് സംഘടനാ സ്വാതന്ത്ര്യം, അതോടൊപ്പം തന്നെ 19 ക്ലോസ് 1 ഡിയിൽ പറയുന്നതാണ് സഞ്ചാര സ്വാതന്ത്ര്യം. ആ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാൻ നമ്മൾ തയ്യാറാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജനങ്ങളോടുള്ള എല്ലാ പ്രതിബദ്ധതയും നിലനിർത്തിക്കൊണ്ട് വേണം തൊഴിലാളികളുടെ സമരങ്ങൾ നടക്കുവാനുള്ളത്. തൊഴിലാളികൾ രാജ്യത്തിൻ്റെ ശക്തിയാണ്. അവരുടെ പോരാട്ടങ്ങൾക്ക് പിന്തുണ അർപ്പിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അദ്ദേഹം 4 ക്ലോസുകളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിലെ ആദ്യത്തെ 3 ക്ലോസുകൾ അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് 3 ക്ലോസുകൾ പറയുന്നുണ്ട്. ആ 3 ക്ലോസുകളെയും ഇവിടുത്തെ ആരും തന്നെ എതിർക്കുന്നില്ല. സംഘടനകൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, സംഘടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആളുകളൊക്കെ ഈ 3 ക്ലോസുകളെ എതിർക്കാതിരിക്കുമ്പോൾ തന്നെ ചെറിയൊരു ന്യൂനപക്ഷം വരുന്ന ആളുകൾ സംഘടിച്ച് 4ാമത്തെ പ്രധാനപ്പെട്ട സഞ്ചാര സ്വാതന്ത്ര്യം എന്ന പ്രധാനപ്പെട്ട അവകാശത്തെ ഹനിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ മുഴുവൻ കാണുന്നത്, കേരളത്തിൽ മാത്രം കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ഇനി ഒരു പ്രതികരണം കൂടെ ലഭ്യമായിട്ടുണ്ട്, അതുകൂടെ കേൾക്കാം. We don't know the strike. We know the strike just now. Yes. So we are very confused now. So we want to go to Moon now today, but we can't go there. Yes. അതെ, ഗോഡ്സ് ഓൺ കൺട്രിയായ കേരളത്തിലെ അല്ലേ ടൂറിസത്തിന് അതെ കേരളത്തിൽ വന്നിട്ടുള്ള ആളുകളോട് നമ്മൾ ചെയ്തതാണ് ഇത്. എന്താ പറയുന്നത്, ടൂറിസം വകുപ്പ് മന്ത്രി കാണണം എന്നൊക്കെ നമുക്ക് വെറുതെ പറയാവുന്നേ ഉള്ളൂ. കണ്ടാലും അദ്ദേഹത്തിനും പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് ഇക്കാര്യത്തിലൊന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. രസകരമായൊരു കാര്യം ചോദിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മാരാമൺ കൺവെൻഷന് ഇളവുണ്ട്, ശബരിമലയ്ക്ക് തീർത്ഥാടനത്തിന് ഇളവുണ്ട്. ഇതൊക്കെ മനുഷ്യർക്ക് അടിയന്തര പ്രാധാന്യമുള്ള എന്തെങ്കിലും കാര്യമാണോ? കൂലിപ്പണിക്ക് ഒരു ദിവസം പോകുന്നവന് ഇളവില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അത്യാവശ്യമായിട്ട് ആശുപത്രി പോകുന്നവന് ഇളവില്ല. അന്നേടത്തോളം ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നവന് ഇളവില്ല. ഒരു ദിവസം ഒന്ന് ചെന്ന് ജോലിക്ക് ചെന്ന് ഒരു പ്യൂണോ അല്ലെങ്കിൽ സാധാരണ അധ്യാപകരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് പോയി ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടാത്ത മനുഷ്യർക്ക് ഇളവില്ല. പക്ഷേ മാരാമൺ കൺവെൻഷനും ശബരിമലയ്ക്കുമൊക്കെ ഇളവ് നൽകാൻ നിങ്ങൾ കാണിച്ച മഹാമനസ്കത ഈ നാട്ടിലെ സാധാരണക്കാരായ മതമുള്ളവരും മതമില്ലാത്തവരുമൊക്കെയുള്ള ആളുകളോട് നിങ്ങൾ കാണിക്കണം. നമ്മൾ പറയുന്ന പോലെ എന്താ, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ ചട്ടങ്ങളൊക്കെ മാറ്റിയില്ല എങ്കിൽ നിങ്ങളെ ആളുകൾ മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പബ്ലിക് പൾസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റ് വിഷയങ്ങളുമായി പിന്നീട് വീണ്ടും കാണാം. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.